ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു മിനിയേച്ചർ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിംഗ് ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് ഡെനീം എന്ന് പറയുന്ന ഒരു ഷേവിങ് ലോഷൻ്റെ ബോട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ബോട്ടിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 4 ബോട്ടിലും വൈറ്റ് പെയിൻറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡ്. ഇതിനകത്തൊരു കുഞ്ഞു കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ കവർ ചെയ്ത് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്തൊരു ട്രയൽ നോക്കുവാണ്, എങ്ങനെയായിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇതായിപ്പോൾ ഞാൻ വൈറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്കൈ ചെയ്യാനായിട്ട് കോബോൾട്ട് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സ്കൈ ചെയ്യുന്നത്. ഇനി ഞാൻ എന്തായാലും ക്ലൗഡ്സ് സെറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് റൗണ്ട് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്കിങ്ങനെ നല്ല ഭംഗിയിൽ ക്ലൗഡ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ 4 ഡിഫറെൻറ്റ് ഫ്ലവർ ലാൻഡ്സ്കേപ്പാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പോപ്പി ഫ്ലവറിൻ്റെ ലാൻഡ്സ്കേപ്പും അതുപോലെ ഒരു എന്താ പറയുക ഒരു സൺഫ്ലവറിൻ്റെ ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ ലാവൻഡർ പിന്നെ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെയും കൂടെ ഒരു ലാൻഡ്സ്കേപ്പാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതായപ്പോൾ ഒരു മല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇതാ വൈറ്റ് പെയിൻറ്റ് വെച്ച് സ്നോ എഫക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് യെല്ലോ ഓച്രെ കളറും അതുപോലെ തന്നെ സാപ്പ് ഗ്രീനും കൂടിയിട്ട് ലാൻഡ് കൊടുക്കാം. അത് 2 കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ പേര് എന്നോട് കളേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട് പെയിൻറ്റിങ്ങിൽ. അപ്പോൾ ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ സെയിം കളർ കോമ്പിനേഷനാണ് എല്ലാ ലാൻഡ്സ്കേപ്പിലും ലാൻഡും ക്ലൗഡും കൊടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് മാത്രമേ ഡിഫറെൻറ്റ് കളറിൽ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും ഒരു യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിങ്ങനെ ലാൻഡ് ഒന്നും കൂടി ക്ലിയർ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഷെയ്ഡിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഭംഗിയാവുന്ന വരെ ഞാൻ ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ ഷെയ്ഡിങ്സും അതും ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ശീലം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒറ്റ ട്രിപ്പിൽ അങ്ങനെ പെയിൻറ്റ് ചെയ്ത് പോകാറില്ല. പെർഫെക്റ്റ് ആവുന്ന വരെ പല ഷെയ്ഡ്സും പല രീതിയിൽ കളേഴ്സും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാറാണ് പതിവ്. എനിക്കതൊരു പെർഫെക്ഷൻ വരുന്ന വരെയും ഞാനിങ്ങനെ ഷെയ്ഡ്സ് കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പെർഫെക്റ്റ് ഷെയ്ഡ് പറഞ്ഞു തരാനായിട്ട് എനിക്ക് അങ്ങനെ അറിയില്ല. നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഇതങ്ങനെ ഞാൻ ഷെയ്ഡ്സൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് പോപ്പി ഫ്ലവറാണ്. പോപ്പി ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം കൊടുക്കുന്നത് റെഡ് കളറും ഓറഞ്ചും യെല്ലോവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പോപ്പി ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ അതായത് ഗ്രാസ് ഒന്ന് ഡാർക്ക് ഷെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാൻ ബ്രഷ് കൊണ്ട് ഇങ്ങനെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോപ്പി ഫ്ലവർ ചെയ്ത് തുടങ്ങാം. ഇതാ ഇവിടെ ഞാനിപ്പോൾ യെല്ലോ ഓറഞ്ച് കൊടുത്തിട്ട് യെല്ലോയും ഓറഞ്ചും റെഡ് ഷെയ്ഡും കൂടി ആദ്യം ഇങ്ങനെ ലൈൻ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട്സ് കൊടുത്ത ശേഷമാണ് പോപ്പി ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡാർക്കറായിട്ട് റെഡ് കൊടുത്ത് വരികയാണ് ചെയ്യുക. ഇത് ജസ്റ്റ് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് അപ്പോൾ തന്നെ ആ ഒരു ഭംഗിയായിട്ട് പോപ്പി ഫ്ലവർ ചെയ്യാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാനുണ്ടെങ്കിൽ ഇടയിൽ അതൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമുക്കതിങ്ങനെ കറക്റ്റാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അതവിടെ ഞാനൊരു ചെറിയ ചെടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഞാൻ ഡാർക്ക് ഗ്രീനാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ ചെറിയ ഷെയ്ഡിങ് കൊടുക്കാനായിട്ട് സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ലീഫ് ഗ്രീനും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വരയ്ക്കാനൊന്നും ഇല്ല അതിനകത്ത്. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതിൽ പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചെടിയുടെ ഷേപ്പും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിലത്തെ ഡീറ്റെയിലിംഗ് എന്ന് പറയാനായിട്ട്. ഇനി ഇതിലൊരു കുഞ്ഞ് വീട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അതിനായിട്ട് ഞാൻ വൈറ്റ് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അകലേന്നുള്ളൊരു വ്യൂ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയതായിട്ടൊരു വീട് കൊടുത്താൽ മതി. മിനിയേച്ചർ ലാൻഡ്സ്കേപ്പ് അല്ലേ, അപ്പോൾ ചെറിയൊരു ഷേപ്പിൽ വീട് വരച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് വീടിൻ്റെ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബ്രൗൺ കളറാണ് മുകളിൽ വീടിൻ്റെ മുകൾ വശം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷെയ്ഡിലാണ്.
ജസ്റ്റ് വീടിൻ്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടിയാൽ മതി, കാരണം വളരെ ലോങ് വ്യൂ അല്ലേ, അപ്പോൾ നല്ല ചെറുതായിട്ട് വേണം നമ്മളത് വരച്ചെടുക്കാനായിട്ട്. ഇതൊരു പോപ്പി ഫീൽഡ് ആയതുകൊണ്ട് ഒരു ഫീൽഡിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു വീട് പോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ജനലും വാതിലൊക്കെ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോപ്പി ഫീൽഡിൻ്റെ റിയൽ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരിക. കണ്ടോ? അപ്പോൾ നമ്മുടെ പോപ്പി ഫീൽഡിൻ്റെ ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് സൺഫ്ലവർ ഫീൽഡ് ചെയ്യാം. അതും ഇതുപോലെ തന്നെ ചെറിയൊരു വീട് ഞാൻ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ വരച്ച പോലെ തന്നെ ചെറിയൊരു വീട് നമുക്ക് ഇങ്ങനെ ഒരു അറ്റത്ത് കൊണ്ടുപോയി വരച്ചു കൊടുക്കാം. അത് ഞാൻ ലൈൻ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. യെല്ലോ ഓച്ചറെ കളറും കൂടിയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഓറഞ്ചും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് ടു ഡാർക്കർ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. മെയിൻ ഷെയ്ഡ് വരുന്നത് യെല്ലോ തന്നെയാണ്. അപ്പോൾ യെല്ലോയിൽ നമ്മൾ കുറച്ച് ഡാർക്കർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ചോ അല്ലെങ്കിൽ യെല്ലോ ഓച്ചറയൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷസിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഒരുപാട് ബ്രഷസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാനിതിൽ എൻ്റെ ബ്രഷസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫിൽബർട്ടും ഫാനും അതുപോലെ തന്നെ ഫ്ലാറ്റ് ബ്രഷും യൂസ് ചെയ്യാറുണ്ട്. കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ കുറേ ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട്. ഞാൻ നെയിൽ ആർട്ടിനും മറ്റും യൂസ് ചെയ്യുന്ന ബ്രഷസ് പോലും ഞാൻ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ മുൻപൊരിക്കൽ വാങ്ങിയതാണ് നെയിൽ ആർട്ട് കിറ്റ് എന്നും പറഞ്ഞ് വാങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ബ്രഷസ്, ഭയങ്കര തിന്നായിട്ടുള്ള പല ടൈപ്പ് ഓഫ് ബ്രഷസ് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിന് ചെറിയ ഗ്രീൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയിലൊക്കെ ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുല്ലൊക്കെ ഒന്ന് ഒത്തിരി ലെങ്ത്തേക്ക് കൊടുക്കുകയാണ്. അത് ഫാൻ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫാൻ ബ്രഷ് തന്നെ ഒത്തിരി സൈസിൽ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, പല പല സൈസിൽ. ഇതിപ്പോൾ ഞാൻ കുഞ്ഞു സൈസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എന്താ യെല്ലോയിൽ ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, നമുക്ക് യെല്ലോന്ന് കുറച്ച് ലൈറ്റ് ലെമൺ യെല്ലോ തൊട്ടിട്ട് ഡാർക്ക് യെല്ലോ വരെ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ അറ്റത്തേക്ക് വരുമ്പോൾ മാത്രം നമുക്ക് ഫ്ലവേഴ്സ് കുറച്ച് ക്ലിയർ ആയിട്ട് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് മാത്രം നമ്മളിങ്ങനെ ലൈൻ ബ്രഷ് വെച്ചിട്ട് ആ സൺഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് തന്നെ പെറ്റൽസ് വരച്ച് കൊടുക്കാവുന്നതാണ്. സെൻറ്റർ പോർഷൻ നമ്മൾ ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സെൻറ്ററിൽ ആ പോളൻസിൻ്റെ ഭാഗം ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഓറഞ്ചും ബ്രൗണും കൂടിയിട്ടാണ് ഞാൻ ആ സെൻറ്റർ പോർഷൻ ചെയ്യണത്. രണ്ടും കൂടെ ഒരുമിച്ച് ബ്രഷ് ഡിപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സൺഫ്ലവർ ഫീൽഡും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല രസമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് വലിയ ക്യാൻവാസിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു മിനിയേച്ചറായിട്ടാണ് ചെയ്യുന്നത്. ചെറിയ ബോട്ടിൽസാണ് ഇതൊക്കെ. അപ്പോൾ ഒരു മിനിയേച്ചർ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് ലാവൻഡറിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പാണ്. ലാവൻഡർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലാവൻഡർ കളർ എന്ന് പറയുന്ന ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഗ്രാസസും വലിയ പൈൻ ട്രീസൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ആ മരയുടെ താഴെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ജസ്റ്റ് വരച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് ഞാൻ ബ്ലാക്കും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഷെയ്ഡ്സ് കൊടുക്കാനായിട്ട് യെല്ലോയും ലൈറ്റ് ഗ്രീനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ലൈറ്റ് ഗ്രീൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ലീഫ് ഗ്രീൻ എന്ന് പറയുന്ന അക്രിലിക് പെയിൻ്റ് ആണ്. ഇപ്പോൾ ഇതാ ഷെയ്ഡിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതാ ലീഫ് ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു കളർ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഷെയ്ഡിങ് അത്രയും പെർഫെക്റ്റായിട്ട് കാണാത്തത്. ഇത് ഞാൻ ഗ്ലെയർ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അത്രയും ആ ഒരു ഷെയ്ഡിങ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇനി നമുക്ക് ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ലാവൻഡർ കളറിൽ കൊടുക്കാം. അതിന് ലാവൻഡർ കളറിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മജന്ത കളറും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരു എന്താണ് പേർഷ്യൻ ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഗ്രാസ് ഫാൻ ബ്രഷ് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ റെഡ്, വൈറ്റ് അതുപോലെ തന്നെ പേർഷ്യൻ ബ്ലൂ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇനി ഞാനിവിടെ നമ്മുടെ ലാവൻഡർ ഫീൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ലൈറ്റർ ടു ഡാർക്കറിലേക്ക് വരുന്നതായിരിക്കും എപ്പോഴും ഫീൽഡിന് ഒരു ഭംഗി ഉണ്ടാവുക. ഏത് ഫ്ലവേഴ്സ് ചെയ്യുമ്പോഴും ബാക്ക് പോർഷൻ ചെയ്യുന്നത് ലൈറ്ററും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഡാർക്ക് ഷെയ്ഡിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് കേട്ടോ. അതെപ്പോഴും ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കുറച്ച് ആ വയലറ്റ് ഷെയ്ഡ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേർഷ്യൻ ബ്ലൂവും കൂടി വൈറ്റിനോട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. മെയിനായിട്ട് ഫാൻ ബ്രഷ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ലാവൻഡർ ഫീൽഡ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് ഫാൻ ബ്രഷ് തന്നെയാണ്. അത് വലിയ ക്യാൻവാസിലായാലും ഫാൻ ബ്രഷ് തന്നെയായിരിക്കും കുറച്ചും കൂടി ഭംഗി കിട്ടുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലാവൻഡർ ഫീൽഡ് റെഡി ആയി കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇടയിൽ ഞാൻ ചെറിയൊരു ഹെർബ്സും അതുപോലെ അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക റെഡ് ഫ്ലവറൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു വൈറ്റ് ഫ്ലവറിൻ്റെ ഒരു ഫീൽഡാണ്, വൈറ്റ് ലില്ലീസിൻ്റെ ഫീൽഡാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെന്താ ഗ്രാസസ് ഞാൻ കുറച്ച് നീളത്തിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫാൻ ബ്രഷ് വെച്ചിട്ട്. ഇനി അതുപോലെ നമ്മുടെ പൈൻ ട്രീസ് മറക്കണ്ട, അതും വെച്ച് കൊടുക്കുക. അത് ഈ മലയുടെ താഴേക്ക് ആയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അവിടെയും ഒക്കെ കൊടുക്കുന്ന ട്രീസും അതുപോലെ ലാൻഡ്സ്കേപ്പിൽ എന്ത് വേണേലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് എനിക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാവനയിൽ അപ്പോൾ തോന്നുന്നത് എന്താണോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഒരു പർട്ടിക്കുലർ പിക്ചർ എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പുകളൊക്കെ ചെയ്യാനാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഡീറ്റെയിലിങ് കൊടുക്കാൻ പറ്റും. നമ്മുടേതായ ഒരു ഇഷ്ടവും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഉദ്ദേശിക്കുന്ന രീതിയിലാവുന്ന വരെ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഫാൻ ബ്രഷ് വെച്ച് ഞാൻ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് വൈറ്റും ലൈറ്റ് റോസ് ഷെയ്ഡും കൂടിയിട്ടാണ് ഞാൻ ഈ വൈറ്റ് ലില്ലീസിന് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക ഏരിയ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബ്രഷുകളുടെ മാറ്റി മാറ്റി യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പം ഞാൻ എല്ലായിടത്തും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വൈറ്റ് ഷെയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി കൊടുക്കുമ്പം അതിൻ്റെ ഒരു ഭംഗി വ്യത്യാസമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ഞാൻ അതിലേക്ക് റോസ് ഷെയ്ഡും കൂടി കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി കൊടുക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഫീൽഡ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ.
ഏറ്റവും താഴേക്ക് ഫ്രണ്ട് പോർഷനിലോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വലുപ്പത്തിൽ വേണം പൂക്കൾ കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ ഏത് ഫ്ലവറാണോ ആ ഫ്ലവറിൻ്റെ ഷേപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നീറ്റായിട്ട് കൊടുക്കുന്നത് ഏറ്റവും ഫ്രണ്ട് പോർഷനിലായിരിക്കണം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ലില്ലി ഫീൽഡും ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഞാനൊരു മജന്ത കളർ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊക്കെ ഒരു ഡീറ്റെയിലിംഗ് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ കണ്ണിന് ഭംഗി തരുന്നത് ആ രീതിയിലേക്ക് ആക്കിയിട്ട് ഞാൻ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ലില്ലി ഫീൽഡും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ അതിലിങ്ങനെ ചെറിയ ചെറിയ ഗ്രാസസും അതുപോലെ വൈറ്റ് കളറിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഗ്രാസസ് കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ വൈറ്റ് ഫ്ലവേഴ്സ് ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. അതാണ് ഇപ്പോൾ മനസ്സിൽ വരുന്നൊരു പ്ലാൻ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്ന ഓരോന്നും. ഇതായിപ്പോൾ ഞാൻ വൈറ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ഗ്രാസസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്ന ഓരോ ഗ്രാസസ് ആയിട്ടാണ് ഞാനതിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്റ്റേ സേഫ്. ഇനിയും നല്ല നല്ല വർക്കുകളായിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവരോടും ബായ്.